നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഫുൾ കാർഡാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർ ഈ റിലേഷനിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അവർ മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫാമിലി ആയിരിക്കാം. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ആളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം, പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ സംശയത്തിലാക്കുന്നുണ്ടാവാം, ഈ റിലേഷൻ കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിർത്തുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തേർഡ് പേഴ്സൺ വഴി റിലേഷനിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് എനർജിയാണ്. ഈ തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ ഈ റിലേഷനിൽ നിന്നും ഇമോഷണലി കുറച്ച് ഡിറ്റാച്ച്മെന്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ ഒന്ന് അകന്ന് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു ഈ റിലേഷനിൽ നിന്നും മാറി നിൽക്കുന്ന അവരുടെ ഇമോഷൻസ് ഒക്കെ ഈ റിലേഷൻ നഷ്ടപ്പെട്ടൊരു എനർജിയിലോട്ട് അവർ മാറി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 2 ഓഫ് വാൻസ് എനർജിയാണ്. അവർക്കിപ്പം കൺഫ്യൂഷനാണ്, ഈ റിലേഷൻ അവർ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ റിലേഷൻ സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുത്താൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷേ ഇത് ശരിയാണോ? ഈ തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവരെടുക്കേണ്ട ഡിസിഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ട്രോങ് തീരുമാനത്തിലോട്ട് അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഒരു കൺഫ്യൂഷനിലാണ് ഈ തേർഡ് പേഴ്സൺ അവരെ നിർത്തിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹാങ്ഡ് മാൻ ആണ് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റെക്കാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന എനർജിയാണ്. മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവരുള്ളത്. ഫുൾ കാർഡ് കാണുന്നത് എന്ത് പ്രതിസന്ധിയോ എന്ത് പ്രശ്നങ്ങളോ എന്ത് സിറ്റുവേഷൻ ആയാലും കുഴപ്പമില്ല, അതിനെ നേരിടാം, അതിനെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ വന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്ട് ആയിരിക്കാം. ആ നോ കോണ്ടാക്റ്റിൽ അവർ സ്റ്റെക്ക് ആണെന്നാണ് കാണിക്കുന്നത്. ഒരു ആക്ഷൻ ഇടുന്ന ഒരു ലെവലിലോട്ട് അവർ മാറിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. നൈറ്റ് ഓഫ് വാൻസ് എനർജി. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. അതുപോലെ ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഈ റിലേഷൻ ഇവിടെ എൻഡ് ആയി പോയി എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് നാൾ നിൽക്കും. ഹാങ്ഡ് മാൻ കാണിക്കുന്ന ഒരുപാട് കാലം അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം അവർക്ക് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ആ ക്ലാരിറ്റി കിട്ടുന്നത് വരെ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെക്കായ ഈ റിലേഷനിൽ ഒരു ആക്ഷൻ ഇടാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പം ഈ തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് ആണ് അതിന് റീസൺ എന്നുള്ളതാണ്. അതുപോലെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പം തൽക്കാലത്തേക്ക് എൻഡായി, എന്നാലും ഇതിലൊരു ആക്ഷൻ മുന്നോട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റീബർത്ത് ഇവിടെ റിലേഷനിൽ വരും എന്നുള്ളതാണ്. അതിന് അവർക്ക് റിലേഷനിൽ ഒരു ക്ലാരിറ്റി കിട്ടണം. എന്താണ് ഈ റിലേഷനിൽ സംഭവിച്ചിട്ടുള്ളത്, ശരിക്കും തേർഡ് പാർട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം അവരൊരു ഡിസിഷനിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 6 ഓഫ് വാൻസ് എനർജിയാണ്.
സമയം എടുക്കും, ഒരുപാട് സമയം എടുത്താണെങ്കിലും ഇവിടെ ഒരു റിയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ്. 6 of Wands എനർജി നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തിരികെ വരാൻ ഒരുപാട് കാലതാമസം എടുക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു എനർജിയാണ്. സമയം എടുത്ത് റിലേഷന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടിയതിനു ശേഷം സാവധാനം മാത്രമേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഡിസിഷൻ ഉണ്ടാവുള്ളൂ. സാവധാനം മാത്രമേ ഒരു ചേഞ്ച് വരുന്നുള്ളൂ, ഒരു റിയൂണിയൻ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് കാണിക്കുന്നത്. മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് റിലേഷൻ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിലർ ആകെ കൺഫ്യൂഷനിലായിരിക്കാൻ നിൽക്കുന്നുണ്ടാവുക. എന്താണ് റിലേഷൻ സംഭവിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. ഇത് റിലേഷൻ കുറച്ച് നീണ്ടു നിൽക്കുന്നു അല്ലെങ്കിൽ നീണ്ട ഒരു സെപ്പറേഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ശരിക്കും എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത്, ഈ തേർഡ് പാർട്ടി മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് സമയം എടുത്തായാലും ഒരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. എറണാകുളം, ഉത്രം, ആയില്യം, ലെറ്റർ ടി, മകം, മകീര്യം, ലെറ്റർ കെ, ലെറ്റർ എച്ച്, ലെറ്റർ യു, ലെറ്റർ സി, കാസർഗോഡ്, കോഴിക്കോട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.